എല്ലാവർക്കും ഭൂലോക ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വിചിത്രമായ ഒരു ആചാരത്തെ പരിചയപ്പെടുത്തുന്നു. ആചാരത്തിൻ്റെ പേരാണ് തേനീച്ചയോട് പറയുക. തേനീച്ച വളർത്തുന്ന മിക്കവാറും എല്ലാ ഗ്രാമീണ ബ്രിട്ടീഷ് കുടുംബങ്ങളും വിചിത്രമായ ഒരു പാരമ്പര്യം പിന്തുടരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കുടുംബത്തിൽ ഒരു മരണം സംഭവിച്ചാലോ ജനനം, വിവാഹം, യാത്രകൾ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ പ്രധാന കുടുംബകാര്യങ്ങളും തേനീച്ചകളോട് പറഞ്ഞില്ലെങ്കിൽ ആ കുടുംബത്തിൽ ദുരന്തങ്ങൾ സംഭവിക്കുമെന്ന ഒരു വിശ്വാസം നിലനിന്നിരുന്നു. ഈ പ്രത്യേക ആചാരം തേനീച്ചകളോട് പറയുക എന്നാണ് പറയപ്പെട്ടിരുന്നത്. അല്ലെങ്കിൽ തേനീച്ചകൾ കൂടുവിടുകയോ ആവശ്യത്തിന് തേൻ ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ചത്തുപോകുകയോ ചെയ്യുമെന്നും കൂടുതൽ നഷ്ടങ്ങൾക്ക് കാരണമാകുമെന്നും വിശ്വസിച്ചിരുന്നു. മധ്യകാല യൂറോപ്പിൽ തേനീച്ചകളും അവയുടെ തേനും മെഴുക്കും വളരെ വിലമതിക്കപ്പെട്ടിരുന്നു. തേൻ ഭക്ഷണമായും ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പുളിപ്പിച്ച പാനീയമായ മീഡ് ഉണ്ടാക്കുന്നതിനും പൊള്ളൽ, ചുമ, ദഹനക്കേട്, മറ്റ് അസുഖങ്ങൾ എന്നിവയ്ക്കുള്ള മരുന്നായും ഉപയോഗിച്ചിരുന്നു. തേനീച്ച മെഴുക് കൊണ്ട് നിർമ്മിച്ച മെഴുകുതിരികൾ മറ്റു മെഴുകുതിരികളെക്കാൾ തിളക്കമുള്ളതും നീളമുള്ളതും വൃത്തിയുള്ളതുമാണ്. തേനീച്ചകളെ പലപ്പോഴും ആശ്രമങ്ങളിലും മാനർ ഹൗസുകളിലും സൂക്ഷിച്ചിരുന്നു. അവിടെ അവയെ ഏറ്റവും ബഹുമാനത്തോടെ പരിപാലിക്കുകയും കുടുംബത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഭാഗമായി കണക്കാക്കുകയും ചെയ്തു. ഉദാഹരണത്തിന് തേനീച്ചകളുടെ മുന്നിൽ വഴക്കിടുന്നത് അപമര്യാദയായി അന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. നമ്മുടെ ലോകവും പരലോകവും തമ്മിലുള്ള ബന്ധമാണ് തേനീച്ചകളെന്ന് കരുതുന്ന കെൽറ്റിക് പുരാണങ്ങളിൽ നിന്നാണ് തേനീച്ചകളോട് പറയുന്ന രീതിയുടെ ഉത്ഭവം ഉണ്ടായത്. അതിനാൽ മരിച്ചുപോയ ആരെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും സന്ദേശമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് തേനീച്ചകളോട് പറയുക. അവ സന്ദേശം കൈമാറും എന്ന വിശ്വാസമാണ് തേനീച്ചകളോട് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ക്രമേണ ആ പാരമ്പര്യം അറ്റ്ലാന്റിക് കടന്ന് വടക്കേ അമേരിക്കയിലേക്ക് കടന്നു. തേനീച്ചകളോട് പറയാനുള്ള സാധാരണ മാർഗം ഗൃഹനാഥൻ അല്ലെങ്കിൽ ഭാര്യ തേനീച്ചക്കൂടുകളിലേക്ക് പോയി തേനീച്ചകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ മെല്ലെ മുട്ടും. തുടർന്ന് പറയാനുള്ള കാര്യം മൃദുവായി പിറുപിറുക്കുക എന്നതായിരുന്നു. മരണം സംഭവിച്ചാൽ തേനീച്ച വളർത്തുന്നയാൾ കൂടിൻ്റെ മുകൾ ഭാഗം കറുത്ത തുണി കൊണ്ടോ ക്രേപ്പിലോ പൊതിയും. കുടുംബത്തിൽ ഒരു കല്യാണമുണ്ടെങ്കിൽ തേനീച്ചകൾക്കും ആഘോഷത്തിൽ പങ്കുചേരാൻ തേനീച്ചക്കൂടുകൾ അലങ്കരിക്കുകയും കേക്ക് കഷ്ണങ്ങൾ പുറത്ത് വിതറുകയും ചെയ്തു. നവദമ്പതികൾ വീട്ടിലെ തേനീച്ചകളെ സ്വയം പരിചയപ്പെടുത്തും. അല്ലാത്തപക്ഷം അവരുടെ ദാമ്പത്യ ജീവിതം ദുരിതപൂർണമായിരിക്കും എന്നതാണ് വിശ്വാസം. തേനീച്ചക്കൂടുകൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത് ദൗർഭാഗ്യമായി കരുതിയിരുന്നു. പകരം തേനീച്ചകൾ കൈമാറുകയോ സമ്മാനമായി നൽകുകയോ ആണ് ചെയ്യേണ്ടത്. എന്നാൽ തേനീച്ചകളും മനുഷ്യരും തമ്മിലുള്ള ബന്ധം അന്ധവിശ്വാസങ്ങൾക്ക് അപ്പുറമാണ്. മനുഷ്യനെ അതിജീവിക്കാൻ തേനീച്ചകൾ സഹായിക്കുന്നു എന്നാണ് ഒരു വസ്തുതയാണ്. മനുഷ്യ ജനസംഖ്യയുടെ 90% പോഷണം നൽകുന്ന മികച്ച 100 വിളകളിൽ 70 പരാഗണത്തിന് തേനീച്ചകളെ ആശ്രയിക്കുന്നു. അവ ഇല്ലെങ്കിൽ ഈ സസ്യങ്ങൾ ഇല്ലാതാകും. അതോടൊപ്പം ആ സസ്യങ്ങളെ ഭക്ഷിക്കുന്ന എല്ലാ മൃഗങ്ങളും ഇത് ഭക്ഷ്യശൃംഖലയെ വിനാശകരമായി ബാധിക്കും. ഒരു തേനീച്ചക്കൂട് സൃഷ്ടിക്കപ്പെടുന്നത് തേൻ വിതരണം നഷ്ടപ്പെടുന്നതിനേക്കാൾ അനന്തരഫലങ്ങൾ ജീവന ഭീഷണിയാണ്. തേനീച്ചകളോട് പറയുന്ന രീതിയിലൂടെ മനുഷ്യർ പ്രാണികളുമായി പങ്കിടുന്ന ആഴത്തിലുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.